അപ്പോൾ നമ്മുടെ കേരള സർക്കാരിൻ്റെ കീഴിൽ പുതിയ അവസരങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. കേരള PSCൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻസ് റിലീസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾ ഈയിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, സാധാരണ നമ്മൾ വർഷങ്ങളായിട്ട് നിങ്ങൾക്കറിയാം, പ്രോപ്പറായിട്ട് ഇതിനു മുമ്പ് വർഷങ്ങളായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാവുന്നതാണ്. നമ്മൾ എല്ലാ ദിവസവും രാവിലെയും അതുപോലെ തന്നെ രാത്രിയുമായിട്ട്, അതായത് രാവിലെയും വൈകുന്നേരങ്ങളുമായിട്ട് വീഡിയോസ് എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ജോബ് നോട്ടിഫിക്കേഷനും കാര്യങ്ങളും ജോബുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളും എല്ലാം അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇന്നലെ 2 ദിവസങ്ങൾ, അതായത് കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ഈ ഒരു കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാരണം മറ്റൊന്നുമല്ല, ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ തന്നെ കാണാൻ സാധിക്കും നമ്മുടെ സൈറ. അത് വരുന്നത് പലർക്കും പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടായിരിക്കാം അതിന് പല തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ നേരിടേണ്ടതായിട്ട് വന്ന്. അപ്പോൾ അവളെ കൂട്ടാൻ പോയൊരു കാര്യമാണെന്ന് വേണ്ടിയൊക്കെ പറയാം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട തിരക്കിലുള്ളത് കൊണ്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സിൻ്റെ സെലിബ്രേഷൻ, അതിൻ്റെ ഒരു ഗിഫ്റ്റ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ അതുപോലെ തന്നെ 5 വർഷം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, വീഡിയോ ചെയ്ത് ഏകദേശം 5 വർഷമായി യൂട്യൂബിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കണ്ടന്റ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് സൈറ വരുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും, മുന്നോട്ടേക്ക് എന്തായാലും ചെയ്തു വരുന്നതായിരിക്കും. എന്തൊക്കെ തടസ്സങ്ങൾ നേരിട്ടാലും പരമാവധി പെട്ടെന്ന് തന്നെ സൈറേനെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും അവർക്ക് പറയേണ്ട കാര്യങ്ങളൊക്കെ അത് മുമ്പോട്ട് പറയും. ഞാൻ അധികം പറഞ്ഞിട്ട് അവിടെ മറ്റൊരു ഇഷ്യൂ ഉണ്ടാക്കുന്നില്ല. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും PSCൻ്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ, നമ്മൾ കാത്തിരുന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. 30/12/2025 ഗസ്റ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 4/2/2026 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാം. ലാസ്റ്റ് ഡേറ്റ് കുറേ ഉണ്ടെന്ന് കരുതി നീട്ടി വെക്കണ്ട, വളരെ പെട്ടെന്ന് തന്നെ സമയം കിട്ടുന്ന പോലെ നിങ്ങൾ കയറി അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷിക്കേണ്ട മെത്തേഡ് പറഞ്ഞു തരാം. ഇവിടെ കാണുന്ന ഈ കാറ്റഗറി നമ്പർ ഓർത്തിരുന്നേക്കുക. ഇതാണ് അപേക്ഷിക്കേണ്ട മെത്തേഡ് കേട്ടോ. ആദ്യമായിട്ട് ആരെങ്കിലും PSC ഒക്കെ കാണുന്നവരുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ചാൻസ് ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് അപേക്ഷിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആദ്യം രജിസ്ട്രേഷൻ ചെയ്യുക. രജിസ്ട്രേഷൻ നിങ്ങൾക്ക് കഫ, അതായത് കമ്പ്യൂട്ടർ കഫ അല്ല അക്ഷയയിലൊക്കെ പോയാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു കാറ്റഗറി നമ്പർ. രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കാറ്റഗറി നമ്പർ ഓർത്തിരുന്നേക്കുക, 619/2025. ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾ 1 ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണല്ലോ. അപ്പോൾ ആ ഒരു 1 ടൈം പ്രൊഫൈൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് കയറുക. ലോഗിൻ ചെയ്ത് കയറുമ്പോൾ പലരും മറ്റൊരു പ്രശ്നം പറഞ്ഞതാണ്, PSCൻ്റെ സൈറ്റിലേക്ക് കയറാൻ പറ്റുന്നില്ല, പല സൈറ്റിലേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ PSCൻ്റെ ഒഫീഷ്യൽ അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് അതിൽ യൂസർ ID പാസ്വേഡ് ഒക്കെ എൻ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾ OTP വെരിഫിക്കേഷനൊക്കെ നടത്തി അതിൽ ലോഗിൻ ചെയ്ത് കയറുക. എന്നിട്ട് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ ഇനി പറയാൻ പോകുന്ന യോഗ്യത ഉണ്ട്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 10ാം ക്ലാസ് മാത്രം മതി കേട്ടോ. ഞാൻ എടുത്ത് പറയുന്നില്ല, കാരണം ഓൾറെഡി ഞാൻ തംബ്നെയിലും അതുപോലെ തന്നെ ടൈറ്റിലൊക്കെ കൃത്യമായിട്ട് അത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കേരള സ്റ്റേറ്റ് ബിവറേജസിലേക്ക്, മാനുഫാക്ചറിങ് ആൻഡ് മാർക്കറ്റിംഗിലേക്കാണ്, മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക്, ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് പുതിയ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ലോവർ ഡിവിഷൻ ക്ലർക്കിലേക്ക് വിളിച്ചിട്ടുള്ളത്. അതായത് LDC പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണെങ്കിൽ 9,190 മുതൽ ഏകദേശം 15,780 രൂപ വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണിത്. വേക്കൻസി കൃത്യമായിട്ട് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല, എങ്കിലും വേക്കൻസി നോക്കി, അതായത് വേക്കൻസി അത്യാവശ്യം നല്ലതുപോലെ ഉണ്ടാവും. വേക്കൻസി വന്നില്ല എന്നൊന്നും കരുതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊന്നും കാരണങ്ങളൊക്കെ കരുതി അപേക്ഷിക്കാതിരിക്കേണ്ട. നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. എല്ലാവർക്കും അപേക്ഷ സമർപ്പിക്കാം കേട്ടോ. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ 2/1/1989 1/1/2007 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇനി ഇതിൻ്റെ പറയാനുള്ളത്, അപേക്ഷയിൽ OBC ഉദ്യോഗാർത്ഥികൾ, OBC അതുപോലെ തന്നെ SC പിന്നെ ST, OBC ആകുമ്പോൾ 3 വർഷത്തെയും SC ST ആകുമ്പോൾ 5 വർഷത്തെയും പ്രായത്തിൽ ഇളവും കൂടി ലഭിക്കുന്നുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് 10ാം ക്ലാസ് മാത്രമാണ്. മിനിമം നിങ്ങൾക്ക് 10ാം ക്ലാസ് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കും. 10th പാസ്സാണ് കേട്ടോ വരുന്നത്. 10ാം ക്ലാസ് നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. SSLC ആണ് യോഗ്യത. അപ്പോൾ പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇതുപോലെ പ്രോപ്പറായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഇനി നിങ്ങൾ യൂണിഫോം ജോബിലേക്കൊക്കെ നോക്കുന്നവരാണെങ്കിലും ജസ്റ്റ് ഒന്ന് PSC ഒക്കെ ഒന്ന് അറ്റൻഡ് ചെയ്ത് നിൽക്കുക. കാരണം കേരള പോലീസ് മറ്റുള്ള പോസ്റ്റുകളിലേക്കെല്ലാം നോക്കുന്നവരാണെങ്കിൽ ഈ ഒരു PSC എക്സാമൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യുന്നത് നല്ലതാണ്. PSCൻ്റെ ഒരു ധാരണ കൂടുതലായിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മളതിൽ കൂടുതൽ അറിവാർജിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പം താല്പര്യമുള്ളവർ അങ്ങനെയും ചെയ്യാം. തീർച്ചയായിട്ടും വളരെ മികച്ചൊരു അവസരം തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട.